look at you and it's easy to see you are that someone I've been trying to meet. I got you. Hello guys, welcome back to നമ്മുടെ ചാനൽ. അപ്പോൾ എൻ്റെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മളിത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം ഇതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് കുറച്ചുകൂടി ഇൻട്രാക്ട് ചെയ്തൊക്കെ നിങ്ങളോട് സംസാരിക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇതാണ്. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ തന്നെ ഏറ്റവും പാട്, നമ്മളെല്ലാം മറന്നു പോകും. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് August 15th ആണ്, സ്വാതന്ത്ര്യദിനം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഗൈസ്. പക്ഷേ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വ്ളോഗ് പുറത്ത് വരാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എണീറ്റു. ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. 12 മണിയല്ല, ഞാൻ 10:15 ആയപ്പോൾ എണീറ്റു. പക്ഷേ ഞാൻ ഫോണിൽ കളിച്ച് റീൽസ് കണ്ടുകൊണ്ടിരുന്ന് 11:30 എണീറ്റപ്പോൾ. അപ്പം ഞാൻ എണീറ്റു, ജസ്റ്റ് ഫേസൊക്കെ വാഷ് ചെയ്തു, ബ്രഷ് ചെയ്തു, എൻ്റെ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. അതായത് ഒന്നുമില്ല, ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒരു ലിപ് ബാം ഇട്ടു, അത്ര തന്നെ. പക്ഷേ എൻ്റെ മുഖത്തിപ്പോൾ ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് 3 കുരു വന്നിട്ടുണ്ട് ഗൈസ്, ഇവിടെയും ഇവിടെ 2 എണ്ണം. ഇത്രയും കാലം ഭയങ്കര ക്ലീൻ ആയിരുന്നു കേട്ടോ എൻ്റെ സ്കിന്ന്, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടോ. പക്ഷേ നമ്മൾ ഗേൾസ് ക്യാൻ റിലേറ്റ്. എൻ്റെ എനിക്ക് വലിയൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. വലിയ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് കസിൻ്റെ എൻഗേജ്മെൻ്റ് വരാം, എൻ്റെ വല്യമ്മേൻ്റെ മോളുടെ. അപ്പോൾ ഈ സൺഡേ ആണ്, അതായത് ഇന്ന് തേഴ്സ്ഡേ ആയി, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. കുറേ കാലമായിട്ട് വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുമായിരുന്നു. ഒരു പണിയില്ല, എവിടെയും പോകാനില്ല, ഒന്നുമില്ല. അന്നേരമൊക്കെ നല്ല ക്ലീൻ സ്കിന്ന്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഒന്ന് ഒരുങ്ങി പോകാമെന്നായപ്പോൾ മുഖത്ത് ഒരാവശ്യമില്ലാതെ 3 കുരു. ആ കുരു വളരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നാളെയൊക്കെ ആകുമ്പോൾ തന്നെ ഇത് ഭയങ്കര സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇത്രയായിട്ട് നിൽക്കുന്നു. കണ്ടാലേ അറിയാം അത് വളരുന്ന കുരുവാണ്. ഒരു കാര്യമില്ലാണ്ട് വന്നു, എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര സാഡായിട്ട് രാവിലെ തന്നെ കുരു കണ്ട വിഷമത്തിൽ നിൽക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ദിവസം എന്ന് പറയുന്നത് പോകെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമുക്ക് പുറത്തൊക്കെ പോകണം, കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അമ്മ ഇന്ന് കുടുംബശ്രീക്ക് എന്തിനാ പോയി, അമ്മ എന്തിനാ പൈസയൊക്കെ കൊണ്ടു, എവിടെയോ പോയി. അപ്പോൾ അമ്മയൊക്കെ തിരിച്ച് വന്നിട്ടൊക്കെ നമുക്ക് പുറത്ത് പോകണം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പത്തിരിയാണ് കേട്ടോ. പത്തിരിയും ഇത് മുട്ടക്കറിയാണ്. ഇത് വീട്ടിലുണ്ടാക്കിയതല്ല, വാങ്ങിച്ച പത്തിരിയാണ്. ഈ ചപ്പാത്തി കമ്പനി അങ്ങനെ വാങ്ങിക്കില്ലേ, അങ്ങനെ വാങ്ങിച്ച പത്തിരിയാണ്. സോ കഴിക്കട്ടെ. ഇതിൽ 3 പത്തിരി ഉണ്ട്. ചായ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉച്ചയായി, ഞാനിപ്പോൾ എന്തിനാ പത്തിരി കഴിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ അല്ലേ. ഓക്കെ, ഇവിടെ വരുമ്പോൾ മാത്രമുള്ള ഒരു സംഭവമാണ് എനിക്ക് ചായ കുടിക്കുക എന്നുള്ളത്. അവിടെ ആരും ചായ കുടിക്കില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ ചായ വേണമെന്നില്ല, കുടിക്കില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ടെൻഡൻസി അല്ലേ കുടിക്കാൻ. ഇവിടുന്നപ്പോൾ ഞാൻ കുടിക്കും. ഓക്കെ, ആക്ച്വലി ഇപ്പോൾ ഇന്ന് ഈ ഷോപ്പിങ്ങിന് പോകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സത്യത്തിൽ കണ്ണൂർ പോയി വരേണ്ട ഒരു വട്ടം ഞാൻ പോയി വരേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ഇത്രയും ദിവസം നിൽക്കണമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചല്ല. പക്ഷേ മഴയൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ പെട്ടുപോയി. പിന്നെ ഇവർക്കൊക്കെ ടെൻഷനായി, എന്നെ ഒറ്റയ്ക്ക് എത്ര ദൂരം പോകണ്ടേ, ഇടയ്ക്ക് എങ്ങാനും വല്ല ട്രെയിനൊക്കെ പിടിച്ചിട്ടാലോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഫുൾ നെഗറ്റീവായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു പോകണ്ട, ഏതായാലും എൻഗേജ്മെൻ്റ് അല്ലേ, അതുകൂടി കഴിഞ്ഞിട്ട് പോകാം. അല്ലെങ്കിൽ പിന്നെ പോയിട്ട് ഈ സാറ്റർഡേ മാത്രമല്ലേ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ നിന്നു. അപ്പോൾ എനിക്ക് ഡ്രസ്സ് ഞാൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഡ്രസ്സുണ്ട്, ബാക്കി സാധനങ്ങളൊന്നും ഇല്ല, ചെരുപ്പ് പോലും ഇല്ല. ഞാനൊരു ഷൂ പോലത്തെ ഒരു സാധനം ഇട്ടിട്ടാണ് വന്നത്, അത് ഇട്ടിട്ട് എങ്ങനെയാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് ഒരു ചെരുപ്പൊക്കെ വാങ്ങിക്കണം. എൻ്റെ കഴിപ്പ് കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ അമ്മ നല്ല ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എനിക്ക് കാര്യമായി ഹെൽപ്പൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അരി കഴുകി കൊടുത്തു കേട്ടോ. എന്താ ഉണ്ടാക്കണേ പറ, സ്പെഷ്യൽ ഡിഷ് എന്താ പറ? ബിരിയാണി ആവുമല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ എന്തിനാ അയില വറക്കുന്നത്? അച്ഛന് ബിരിയാണി ഇല്ല. അപ്പോൾ കുറച്ച് ചോറിലേക്കച്ഛനും ചോറ്, നിങ്ങൾക്ക് ഉണ്ടാക്കും ബിരിയാണി. എന്തൊരു സ്ലേഹാന്നൊക്കെ. അച്ഛനും അമ്മയും പാവം തലേ ദിവസത്തെ വെള്ളച്ചോറ് കഴിക്കുന്നു, മക്കൾക്ക് ബിരിയാണി ഉണ്ടാക്കി തരുന്നു. സ്നേഹം ഇങ്ങനെ തുളുമ്പിയിട്ട് അമ്മ മനസ്സ്. മീൻ കറി ഉണ്ട് ഞാൻ ഓൾറെഡി. അപ്പൊ മീനും വറക്കാൻ, അപ്പൊ കുറച്ച് ചോറ്, അപ്പൊ നിങ്ങൾക്ക് ചോറ് തികയില്ല. ചോറ് ഇല്ലാത്തോണ്ട് വെച്ചിരുന്നല്ലേ. അതെന്താണെന്നറിയോ, ഞാനിന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പുറത്ത് പോകണമെന്ന് വിചാരിച്ചായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. ആക്ച്വലി അവൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പുറത്തൊക്കെ പോകേണ്ടതുകൊണ്ട് കുറച്ച് ഷോപ്പിംഗ് പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേനും ഭയങ്കര ലേറ്റ് ആവും. അവിടെ നിന്ന് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബസ്സൊക്കെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാനും അമ്മയും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ ടൗണിൽ പോകാമെന്ന് ഉച്ചയ്ക്ക്. എന്നാലേ ഉള്ളൂ നമുക്ക് എല്ലാം നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. സോ അതുകൊണ്ട് അമ്മ ഞാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മ എനിക്ക് ചോറ് പോലും വെച്ചിട്ടില്ല. എന്താ സ്റ്റൈല്, പുതിയ ഷർട്ടാ? അച്ഛനെ ഉണ്ടല്ലോ
അച്ഛനെ കാണാന് മറ്റേ ആരാമ്മ ഒരു ഷെഫില്ലേ, ഷെഫ് പിള്ളേനെ പോലെ ഉണ്ട് നിങ്ങളെ കാണാൻ. ഈ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ, ഷെഫ് പിള്ളേനെ പോലെ ഉണ്ടോന്ന്. വീഡിയോയിൽ എപ്പം പറയും. നിങ്ങൾ കണ്ടിരിക്കുന്നോ ഷെഫ് പിള്ളേനെ? ആരാന്ന് മനസ്സിലായാ? ഞാൻ കാണിച്ചരേ ഫോട്ടോ. അയാളെ പോലെ എത്ര നിങ്ങളെ കാണാൻ. അച്ഛനെ വ്ളോഗിൽ കാണാറില്ല. അച്ഛനെ ഷർട്ടൊക്കെ എടുത്ത് ആദ്യമായിട്ടിരിക്കും കാണുന്നത്. ഇതാ വരുന്നു മമ്മി. മമ്മി, ദിസ് ഇസ് ഡാഡി, ദിസ് ഇസ് മമ്മി. നമുക്ക് പോവാ, അച്ഛൻ്റെ കൂടെ പോവാൻ തോന്നുന്നല്ലേ അമ്മ? അച്ഛൻ പൈസ തരാമല്ലോ. ഷോപ്പിങ്ങിന് പോവാണ് ഞങ്ങള്. ഷോപ്പിംഗ്, ചെരുപ്പ് വാങ്ങിക്കാൻ പോവാ. കറി കളഞ്ഞ അച്ഛൻ. ചെറിയ കുട്ടികളെ പോലെ പോയി നടന്നിട്ട് എപ്പോഴെടുത്താലും കളയും. നമുക്ക് കളഞ്ഞപ്പോ എന്താ കിട്ടിയത്? അത് ഈ അല്ല ആ മീൻകറി ഉണ്ടാകുമ്പോ മുട്ടക്കറി ഉണ്ടാകണല്ല ആരുണ്ടോ? ആ ചെക്കൻ്റെ പത്തിരിന്റെ കറി. നിങ്ങളെ അടി ഞാൻ ലോകത്തെ അറിയിക്കും. കളഞ്ഞത് പ്രശ്നമില്ല കേട്ടോ, പറഞ്ഞതാ പ്രശ്നം. അച്ഛന് ലോകത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മേനെ കുറിച്ച്? അച്ഛപ്പ പറയും ഒന്ന് കൊണ്ടുപോ ഇതിനെ. പിന്നെ അച്ഛൻ കൊണ്ടു തരുന്നില്ലേ പിന്നെ? അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ ഇങ്ങനെ പറയാൻ പാടില്ല. വരുന്നോ ഒരാഴ്ച? ഹോട്ടൽ ബില്ല് കൊടുത്ത അച്ഛനും മകനും മുടിയും. അടി അവിടെ നടക്കട്ടെ, നമുക്കപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ബിസ്ക്കറ്റ് കുത്തിക്കയറ്റാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടോ. ഇതാണ് ബിരിയാണി. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് അത്ര വിശക്കുന്നില്ല. അച്ചാറും സാലഡ് ആക്കിയില്ല, നമ്മൾ തൈര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴല്ലേ 3 പത്തിരി കുത്തിക്കയറ്റിയത്, അപ്പം എനിക്ക് വിശക്കുന്നില്ല. ഓക്കെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അച്ഛനവിടെ ന്യൂസ് ഭയങ്കര സൗണ്ടിൽ ന്യൂസ് വെച്ചിട്ടുണ്ടേ. പക്ഷെ എന്താണെന്ന് വെച്ചാലേ നമ്മൾ പുറത്ത് പോകല്ലേ, അപ്പോൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പം വിശക്കും. അപ്പം അമ്മ പറഞ്ഞു ഇനി വിശക്കണമെന്ന് പറയാൻ നിൽക്കണ്ട, ഇവിടുന്ന് കുത്തി കയറ്റിയിട്ട് വന്നു. അപ്പം ഞാൻ വെച്ചു എന്നാൽ കുറച്ച് തിന്നാം. ഓക്കെ. അപ്പം അമ്മ അതാ കഴിക്കുന്നു. നല്ല ബിരിയാണി കേട്ടോ. ഈസി തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. റെസിപ്പി ഒന്നും കാണിക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഞാൻ വെറുതെ നടക്കുമായിരുന്നു. അതാണ് വെറുതെ റീല് കണ്ട ആൾക്കാർ ഞാൻ ഇടയ്ക്ക് പോയി നോക്കി, പിന്നെ മറന്നുപോയി ബിരിയാണി വെക്കുന്ന കാര്യം. അതുകൊണ്ട് റെസിപ്പി ഒന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ വെക്കാറുണ്ട്. ഞാനാണ് സാധാരണ ഇവിടെ ബിരിയാണി വെക്കുന്ന ആള് അല്ലേ. ഇവിടെ അമ്മ വെക്കുകയില്ല, അച്ഛനും വെക്കില്ല. ഞാനാണ് ബിരിയാണീൻ്റെ ആള്. ഇവര് എന്നോട് ഇങ്ങനെ പറയും ഒന്ന് ബിരിയാണി വെക്കുകയും. എനിക്ക് ഭയങ്കര കൈപ്പുണ്യമുള്ള കുട്ടിയാണോ ഞാൻ അല്ലേ? ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവാറില്ലേ? അച്ഛനും പറ്റും. അച്ഛൻ ഇപ്പൊ വെക്കാറില്ല. ഞാനാ ഫാൻ ഓഫ് ചെയ്തേ ഭയങ്കര സൗണ്ടായിട്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനാണ് ബിരിയാണി വെക്കാറ്. പക്ഷേ ഇപ്രാവശ്യം അമ്മയാണ് ബിരിയാണി വെച്ചത്. പക്ഷെ നല്ല ബിരിയാണി, നല്ല ചോറൊക്കെ നല്ല വിട്ട് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനാകുമ്പോൾ എന്താ പറയുക കുറച്ച് ഫ്രൈ ആക്കിയിട്ട് വയ്ക്കും. അപ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റാണ്. നല്ല ഗ്രേവിയൊക്കെ ആക്കിയിട്ട് നല്ല ടേസ്റ്റിൽ വയ്ക്കും. ഓവർ എരിവൊന്നും ആവാണ്ട് എന്നാൽ നല്ലൊരു, എനിക്കറിയില്ല, ഞാൻ എൻ്റെ കൈ കിട്ടുന്നതൊക്കെ ഞാൻ വാരി വലിച്ചിടും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഒന്നിലും നോക്കിയിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അങ്ങനെ ഉണ്ടാക്കും. ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ബിരിയാണി റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ബൈ. ഞാൻ കഴിച്ചിട്ട് വരട്ടെ. ഗൈസ്, ഐ എം ഓൾ സെറ്റ് ഫോർ ദ ഡേ. നമുക്കപ്പോൾ പോവാം. അയ്യോ മുഖം വല്ലാണ്ട് തിളങ്ങുന്നല്ല. പോവാം. ഒരു കീറി പറഞ്ഞൊരു ചെരുപ്പുണ്ടായിരുന്നല്ലോ എനിക്ക്. നമ്മൾ അച്ഛൻ്റെ കൂടെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അച്ഛൻ നമ്മളെ കൂടെ നിൽക്കുകയൊന്നുമില്ല. അച്ഛൻ്റെ ഷോപ്പിലേക്ക് പോകും. പക്ഷേ ഞാനും അമ്മയും കറങ്ങി നടന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ അടുത്തുള്ള ഒരു മോളിലേക്കാട്ടോ പോയത്. എന്തിനാ ഇവിടെ പോയതെന്ന് വെച്ചാൽ ആദ്യം ഒരു ചെരുപ്പ് വാങ്ങിക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു മെയിൻ ഇൻറ്റൻഷൻ. പക്ഷേ സ്റ്റുഡിയോ എന്നെ മാടി വിളിച്ചു സെയിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പോയി. എടുത്താലോ? എന്തിനാ ഞാൻ ഇപ്പോൾ വന്നത് ദൈവമേ, നിങ്ങളെ കാരണം കേട്ടോ. ദൂരത്തുനിന്ന് കാണുമ്പോൾ നല്ല ക്യൂട്ടാന്ന് തോന്നും കുറേ ടോപ്സൊക്കെ. പക്ഷേ നമ്മൾ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് സൈസ് അങ്ങനെ കിട്ടുന്നുണ്ടായിട്ടില്ല. പിന്നെ ചെരുപ്പ് നോക്കാൻ പോയി. സെയിലായതുകൊണ്ട് തന്നെ എല്ലാം വാരി വലിച്ചിട്ടിട്ട് ആകെ നമുക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും സൈസ് വെക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണ്. ആകെ ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കി, പക്ഷെ അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റുഡിയോയിലാണ് കുറച്ചൊരു
കുറേ സമയമായി ഇതിനകത്ത് വന്നിട്ട്. പക്ഷേ ആകെ 2 ടോപ്പും ഒരു ഷോർട്സുമാണ് ഞാൻ കൈ പിടിച്ചിട്ടുള്ളത്. ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് വരാം. അമ്മയുണ്ട്. ഇത് നമ്മുടെ ഇന്നേഴ്സിൻ്റെ സെക്ഷനാണ് ഇവിടെ. അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കണം, കാര്യമായിട്ട് എടുക്കണം എന്ന് വിചാരിച്ച് വന്നു. ആകെ ഇത് 2ആണ് ഞാൻ ഇത്രയും സമയം കൊണ്ട് കണ്ടുപിടിച്ചതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് വരുന്നുണ്ട്. ബാക്കി കൂടെ കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. കുറേ സമയം തേരാപ്പര നടന്നെങ്കിലും ആദ്യം എടുത്ത ആ 2 സാധനം തന്നെയാണ് ഞാൻ ട്രയൽ ചെയ്യാൻ കൊണ്ടുപോയത് കേട്ടോ. ഫസ്റ്റ് ഈ ഒരു ടോപ്പ് നോക്കി, ഈ ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനത് എടുത്തു. പിന്നെ ഞാൻ ഈ ഒരു ടോപ്പ് നോക്കി, ഇത് കുറച്ച് ക്രോപ്പ് ടോപ്പാണ് കേട്ടോ, നല്ലൊരു ഹൈ വേസ്റ്റ് പാൻറ്റിൻ്റെ കൂടെ ഇട്ടാൽ ക്യൂട്ടായിരിക്കും. ഞാൻ പെറ്റിക്കോട്ടിൻ്റെ മുകളിലാണ് ഇട്ട് നോക്കിയത്, പക്ഷേ നല്ല ക്യൂട്ടായിരുന്നു. സോ അതും എടുത്തു. ഇത് 2 സ്റ്റുഡിയോ ഷോപ്പിംഗ് കഴിഞ്ഞു. അതിൻ്റെ കൂടെ നമ്മളൊരു ഷീറ്റ് മാസ്ക് വാങ്ങിച്ചു ഒരു കടയിൽ നിന്ന്, അതും കൂടെ കഴിഞ്ഞു. ഇനി നമുക്കൊരു ചെരുപ്പ് വാങ്ങിക്കാനുണ്ട് ഗൈസ്. ഇനി ഒരു ചെരുപ്പും കൂടെ കിട്ടാനുണ്ട് ഗൈസ്. ചെരുപ്പ് വാങ്ങാൻ മാത്രമാണ് വന്നത്, പക്ഷേ ചെരുപ്പല്ലാത്തെല്ലാം വാങ്ങിപ്പോൾ. ഓക്കെ, ലെറ്റ്സ് സീ. ഒരു ചെരുപ്പ് കിട്ടാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കുറേ ട്രയൽ ചെയ്ത് നോക്കി, സൈസ് ഒക്കില്ല, ഇഷ്ടപ്പെടുന്നത് വീണ്ടും അവരേൽ വേറെ സ്റ്റോക്ക് ഉണ്ടാവില്ല, അങ്ങനെ ഒരുമാതിരിയായി. എന്നിട്ട് ഞാനൊരു വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഫാൻസി ടൈപ്പ് വേണമെന്നുണ്ട്, എന്നാൽ ഡെയിലി യൂസിന് എൻ്റെ പരിക്കിന് പറ്റുന്നത് വേണമെന്നുണ്ട്. അവസാനം ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ. നമ്മുടെ ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് മേഹേ. പക്ഷെ ആവശ്യമില്ലാത്ത സാധനമാണ് വാങ്ങിച്ചത്, ആവശ്യമുള്ളത് കിട്ടിയിട്ടില്ല. നമ്മൾ പരതിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഓഫറുണ്ട് കേട്ടോ. ഓഫറില്ല, എന്തിനൊക്കെയോ ഓഫറുണ്ടല്ലോ. ഇതല്ലേ മേ കോക്കനട്ട് വാട്ടർ, കല്യാണത്തിന്റെ സമയത്ത് ഞാൻ അതിലാണ് സർവൈവ് ചെയ്തോണ്ടിരുന്നത്. പിസ്സോ എന്തെങ്കിലും വാങ്ങിച്ചാലോ? മാറിക്ക് അറിയില്ല, വാങ്ങിച്ചോ? ഇതാ വലുത് വാങ്ങിച്ചോ, ആ മീഡിയം സൈസിന്റെ ഇത് വാങ്ങിച്ചോ. വേണ്ടേ ഇതമ്മേ? വലുതാ വേണ്ടേ ചെറുതാ വേണ്ടേ? 105 രൂപ. ഇത് വാങ്ങിച്ചോ, വലുത് വാങ്ങിച്ചോ. ഇതെടുക്കാല്ലേ തൽക്കാലം. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ പാനിപൂരി ഉണ്ട്. പാനിപൂരി അല്ല, ഒരു മിനി കഫേ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് ആ മോളിനകത്ത്. അപ്പോൾ പാനിപൂരി കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ഈ ഒരു പാനിപൂരിനോട് വലിയൊരു താല്പര്യമില്ല. നമുക്ക് ആ ബായിമാരങ്ങ് കിളമ്പി തരുന്ന പാനിപൂരിയാണ് നമുക്കിഷ്ടം. പക്ഷെ എന്തായാലും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഇവിടുന്ന് അത് കഴിച്ചു. പക്ഷേ പാനിപൂരിയൊക്കെ ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവായി വന്നുകൊണ്ടിരിക്കുകയാണ്. 50 രൂപയായി പാനിപൂരിക്ക്. പക്ഷേ അതിന് മാത്രമുള്ള ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അവിടെ ഇരിക്കാനൊന്നും പ്രത്യേകിച്ച് സ്ഥലമില്ല, അതുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ കേട്ടോ കഴിച്ചത്. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കാൽനടയായിട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ശരിക്കും ഓട്ടോന് പോകാനുള്ള ദൂരമുണ്ട്. എന്നാലും ഞാനും അമ്മയും വർത്താനം പറഞ്ഞിങ്ങനെ നടക്കുമ്പോൾ അത്ര ദൂരമുള്ളതായിട്ട് തോന്നില്ല. ഞങ്ങൾ അങ്ങനെ നടന്നു പോയി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടില്ല, ഇനിയൊരു ഡ്രസ്സും കൂടെ കിട്ടാനുണ്ട്. എനിക്ക് ചെരുപ്പ് കിട്ടി. നമ്മൾ വെറുതെ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചു. പിന്നെ വേണ്ട ഒരു ചേട്ടൻ വന്ന വെറുതെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചു അത്യാവശ്യമുള്ളത്. പിന്നെ എന്ത് വാങ്ങിച്ചു, ഇനി ഒന്ന് ഫാൻസിയിൽ പോകാനുണ്ട്, ഒരു ഡ്രസ്സും കിട്ടാനുണ്ട്. അപ്പോഴത്തേനും നമുക്ക് ക്ഷീണമായി. അങ്ങനെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് കാൽനടയാണ്, നമ്മൾ ഓട്ടോ ഒന്നും വിളിച്ചില്ല. നമുക്ക് ഇങ്ങനെ എല്ലാം ഒരു കട കണ്ടാൽ അവിടെ കയറാൻ തോന്നും. അപ്പോൾ പിന്നെ ഓട്ടോ വിളിച്ചാൽ വെറുതെ 30 രൂപ കൊടുത്ത് നമ്മൾ മുടിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നടക്കും. ഈ സഞ്ചിയും പൊക്കണമൊക്കെ തൂക്കിയിട്ട് നമ്മൾ നടക്കും. അങ്ങനെ നടന്ന് അതെ, ആ 30 രൂപ ഒരു 2 വട്ടം ഓട്ടോയ്ക്ക് കൊടുക്കണം. 30 രൂപ സേവ് ചെയ്ത് വെച്ച് നമ്മൾ എന്തെങ്കിലും കഴിക്കും. അപ്പം ഞങ്ങൾ ഇപ്പം അങ്ങനെ ദാഹിച്ചപ്പോൾ ഞങ്ങളൊരു ഷേക്ക് കുടിക്കാൻ കയറിയതാണ്. അമ്മ കുറേ നേരമായി പറയുന്നത് എനിക്ക് ടെൻഡ് കോക്കനട്ട് ഷേക്ക് വേണമെന്ന്. കാരണം അമ്മ ഒരു തവണ കണ്ണൂർ വന്നപ്പോൾ അപ്പോൾ അമ്മയ്ക്ക് ടെൻഡ് കോക്കനട്ട് ഷേക്ക് വാങ്ങിക്കൊടുത്തു. അമ്മ ആദ്യമായിട്ടാണ് അന്ന് കുടിക്കുന്നത് ആ സാധനം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് നമ്മളെ നാട്ടിലൊന്നും ആ ഒരു എന്താ പറയുക ഷേക്ക് ഉണ്ടാവുമായിരിക്കും, പക്ഷെ ആ ഒരു ടേസ്റ്റിലുള്ള സാധനം ഇല്ലാന്ന് തോന്നുന്നു. അപ്പം ഞാനിപ്പോൾ ഇന്ന് അമ്മേനെ ഒരു കടയിൽ കയറ്റിയിട്ടുണ്ട്. ഇനി അപ്പോൾ വാങ്ങിക്കൊടുത്തൊരു ഷേക്കിൻ്റെ പോലെ ആവോ ഇതൊന്നും എനിക്കറിയില്ല. എന്തായാലും കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ എന്നെ നോക്കിയിട്ട് സംസാരിച്ചിട്ടോ, അതുകൊണ്ട് കോങ്കണ്ണായിപ്പോയി, സോറി. സോ അപ്പോൾ എൻ്റെ മൂക്കൊക്കെ എനിക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരുമാതിരി വിചാരിക്കരുത്. എനിക്ക് മൂക്ക് ചൊറിയാൻ തുടങ്ങി, കാറ്റ് റോട്ടിലെ പൊടിയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഷേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതാ അമ്മയുണ്ട്. സേ ഹായ് അമ്മ. അയ്യോ മുടി. ഓക്കെ, ഷേക്ക് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്തിനാ ഇതൊക്കെ കാണിച്ചു തരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ ബ്ലോഗാകുമ്പോൾ അതിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് എല്ലാം കാണിച്ചു തരണമല്ലോ. ഷേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ടെൻഡർ കോക്കനട്ട് ആണ്. പക്ഷേ ഇത് ടെൻഡർ കോക്കനട്ട് വിത്ത് ബൂസ്റ്റാണ്. എനിക്കിത് ഇഷ്ടം. ഇത് നോർമൽ ടെൻഡർ കോക്കനട്ട്. കുടിച്ച് നോക്കൂ. അപ്പോൾ വാങ്ങി തന്ന ടെൻഡർ കോക്കനട്ട് ആയോ ഇത് വന്ന്
കാണാനേ അതിൽ പീസ് ഇന്ന് കണ്ണൂരിക്ക് വാ, ഞാൻ പോകുമ്പോ പോര്, ഞാൻ വാങ്ങിത്തരാം. എനിക്ക് ഓർമ്മയില്ല. മനസ്സിലായി, സംഭവം മനസ്സിലായി, പക്ഷെ എനിക്ക് എങ്ങനെയാണെന്നൊന്നും ടേസ്റ്റ് തന്നെ മനസ്സിലില്ല. ടേസ്റ്റ് ഇല്ലായിരിക്കും അല്ലേ? ഓക്കെ, ഇത് ഓക്കെ, ഒറിജിനലാണ്. ഇളനീരിൻ്റെ ടേസ്റ്റ് ആയില്ല അത്ര. ഇനിയിപ്പോൾ ഞാൻ തെങ്ങമ്മ കയറി ഇട്ടിട്ട് അടിച്ചു കൊടുക്കണ്ടേന്ന് തോന്നുന്നുണ്ട്. എനിക്കിഷ്ടാട്ടോ ഈ 10 കോക്കനട്ട് ബൂസ്റ്റ് കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കോമ്പിനേഷൻ ഉണ്ട്. എനിക്കും എൻ്റെ ഫ്രണ്ടും ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളതിൽ പൈസയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഇസ്ക്കി പിടിച്ച് ചില്ലറ പൈസ വരെ എണ്ണി കൊടുത്തിട്ട് വാങ്ങി വന്ന് കുടിച്ചായിരുന്ന സാധനമാണിത്, 10 കോക്കനട്ട് ബൂസ്റ്റ്. അന്ന് ഇതിന് എത്രയോ 60 രൂപയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ എത്രയായി അറിയില്ല. ഓക്കെ, അമ്മ എന്തായാലും കുടിക്കട്ടെ. അമ്മയ്ക്കത് ഇഷ്ടമായില്ല എന്നാണ് പറയുന്നത്, പക്ഷെ കുടിക്കുന്നൊക്കെ കേട്ടോ. നല്ല ദാഹിച്ചു, നല്ല വിശന്നു. നാളെ ഫ്രീസായി ബിരിയാണി, പിന്നെ പാനിപ്പൂരി. എന്തേ പുറത്തിറങ്ങിയ കുറച്ച് കാറ്റ് കൂടുതലാണ്. അവിടെ നിന്ന് ഇറങ്ങിയൊരു ഫാൻസി പോയിട്ടോ. കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനില്ല, എനിക്കൊരു ഫേഷ്യൽ റൈസർ വാങ്ങിക്കാനുണ്ട്. ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ലേറ്റ് ആവും വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തൽക്കാലം ഒരെണ്ണം ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വെച്ചു. പോയ സ്ഥിതിക്ക് അവിടുന്ന് ഒരു മൂക്കുത്തിയും കൂടി നോക്കി. മൂക്കുത്തി കളർ പോയ പോലെ ഉണ്ട്. പിന്നെ ബാക്കി വാങ്ങിച്ചു വെച്ചതൊക്കെ കണ്ണൂരാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരെണ്ണം വാങ്ങിച്ചതായി. നമ്മൾ കല്യാൺ സിൽക്സിലേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് കറങ്ങാൻ തുടങ്ങിയത് രണ്ടും കൂടെ. ഓക്കെ, നമുക്ക് കല്യാൺ സിൽക്സിൽ എന്തൊക്കെയുണ്ടെന്ന് പോയി നോക്കാം. നമ്മൾ 2nd ഫ്ലോറിലേക്ക് ലിഫ്റ്റിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് ഭയങ്കര കോമഡിയാണ്, കാരണം ഞങ്ങൾ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ റോട്ടിൽ നിന്നല്ലേ. സോ ഇപ്പം ഈ പുറത്തിറങ്ങുമ്പോൾ അവിടെ ആൾക്കാർ ഇങ്ങനെ നമസ്തേ എന്ന് നിൽക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. ഓണം നമുക്ക് വലിയ രീതിയിൽ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇനി ഓണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വകയുള്ള ഓണക്കോടി അമ്മയ്ക്ക് കുറച്ച് മുന്നേ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ചുരിദാർ മെറ്റീരിയൽ നോക്കുമായിരുന്നു കേട്ടോ. കുറേ എണ്ണം നോക്കി. നമ്മൾ ഇങ്ങനെ നല്ല മെറ്റീരിയലാണ്, സെലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കല്യാൺ സിൽക്സിൽ കേട്ടോ. നമ്മൾ നോർമലി കല്യാണിൽ പോകാറില്ല, പക്ഷേ ഇവിടെ അമ്മ ഒരിക്കൽ പോയപ്പോൾ നല്ലതുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നതാണ്. അങ്ങനെ ഫൈനലി അമ്മ ഒരെണ്ണം എടുത്തു. ഇതൊന്നും അല്ല കേട്ടോ എടുത്തത്, ഇത് ജസ്റ്റ് അമ്മ എന്തിനോ ഷോളൊക്കെ ഇട്ട് നോക്കുന്നതാണ്. അങ്ങനെ എല്ലാം എടുത്തു. അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ താഴേക്ക് വന്നതാണ്. തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷേ നല്ല സർവീസാണ് ഇവർ, നന്നായിട്ട് നമ്മളെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഭയങ്കര. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്ക് ഭയങ്കര ക്രേസ് ഉള്ള ഒരു കാര്യമാണ് ഇങ്ങനത്തെ മെറ്റീരിയൽസ്. ഇതിന് ഒരു മീറ്ററിന് 140-120 റുപ്പീസ് ഒക്കെ ഉള്ളൂ കേട്ടോ. ഈ മെറ്റീരിയൽ തുണി എടുത്തിട്ട് ടോപ്പ് അടിച്ചിട്ട് ഇടുക എന്നുള്ളത്. സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. പക്ഷേ എന്നാലും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഒരു കാഷ്വൽ വെയറിന് അടിപൊളി സാധനം. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. കൈയും വീശി പോയ ഞങ്ങൾ കവറിൽ നിറയെ സാധനങ്ങൾ അയച്ചു വന്നിരിക്കുന്നു. കയ്യിൽ 5 പൈസ ഇല്ലാണ്ടായി. അപ്പോൾ കുട്ടാ പോക്കറ്റ് മണിയൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ഇനി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. ഇനി തുറന്നു നോക്കട്ടെ എല്ലാം പോയിട്ട്. വാതിൽ നോക്കാൻ പറ്റണ്ടേ? വാതിലെന്താ? ഓക്കെ, ലൈറ്റ് ഇടും അന്ധകാരത്തിലേക്ക്. ഇവിടെ ആരും ഇല്ലല്ലോ. അച്ഛൻ വരാനാവുന്നേ ഉള്ളൂ, അനിയൻ ഇവിടെ ഇല്ല, അവൻ എവിടെയോ പുറത്ത് പോയി. അയ്യോ, ഞങ്ങളിപ്പോൾ ഒരു 10 കിലോമീറ്റർ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും. ആ കടയിൽ നിന്ന് ഈ കടയിലേക്ക്, ഈ കടയിൽ നിന്ന് ആ കടയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് ദൂരം നമ്മൾ നടന്നു. നമ്മളെപ്പോഴും അങ്ങനെയാണ്, ഓട്ടോ പൈസ ലാഭിച്ച് വയറ് നിറച്ച് വന്നു ഞങ്ങൾ. ഇരുട്ടായി. എന്നിട്ട് പകുതി ദൂരം പിന്നെ ഓട്ടോ വിളിച്ചിട്ട് വന്നിട്ടോ. ബസ് ഇറങ്ങിയിട്ട് ബസ്സിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഈ ലഗേജും കൊണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടില്ല. ആകെ ഒരു സീറ്റേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം പിന്നെ ഇങ്ങനെ പിടിച്ച് ഇപ്പം ബസ്സിൽ എങ്ങനെ കയറുന്നേ ഇല്ലല്ലോ, ബസ്സിൽ കയറുന്നേനല്ലോ, വീട്ടിൽ നിന്നേ പുറത്തിറങ്ങുന്നില്ലല്ലോ. അതുകൊണ്ട് ബസ്സിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര തിരക്കുമായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയിരിക്കുകയാണ്. ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ചെയ്യാൻ. ഇനി എനിക്ക് ആകെ ചെയ്യാനുള്ളത് എൻ്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം. ഇപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം. അതാണ് എൻ്റെ ഒരു എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കാൻ. കാരണം മറ്റന്നാളാണ് ഞാൻ പറഞ്ഞ എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ്. സോ അതിൻ്റെ കാര്യങ്ങൾ, അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്.
ട്രയൽ നോക്കുന്നതാണ്. ചെരുപ്പ് കാലുവേദന എടുക്കുന്നുണ്ടെങ്കിൽ മാറ്റണ്ടേ. ഇതാണല്ലോ ഞാൻ വാങ്ങിച്ച ചെരുപ്പ്. എനിക്ക് മാനസികമായിട്ട് എന്തോ കംപ്ലൈന്റ് എടുത്ത് വിചാരിക്കും ആൾക്കാർ. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ അല്ലായിരിക്കും. എനിക്ക് കാല് വേഗം കൊള്ളും. കൊള്ള മീൻസ് ഇങ്ങനെ ഈ ചെരുപ്പിന്റെ വള്ളി തട്ടിയിട്ട് എനിക്ക് ഇങ്ങനെ വേഗം മുറിയാവും. അവിടെ ഇങ്ങനെ പൊളുകം വരും. പൊളുകം മീൻസ് ഇങ്ങനെ കൊള്ളം ബോൾ പോലെ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷന് കുറച്ച് ദിവസം മുന്നേ ഞാൻ ചെരുപ്പ് വാങ്ങിക്കും. പുതിയ ചെരുപ്പ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ വീട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാരം നടക്കുമ്പോൾ ഇതിടും. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെയാണ് എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നത്. അതിന് ഞാൻ ഫംഗ്ഷന് പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ മറ്റേ ബാൻഡേഡ് ഒട്ടിച്ചിട്ട് പോകും. അപ്പം എനിക്ക് അവിടെ നടക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ചെരുപ്പൂരി കൈ പിടിച്ച് നടക്കേണ്ടി വരും. അങ്ങനെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് ശേഷം ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇട്ട് നോക്കുന്നത് ഈ അമ്മ വീഡിയോ എടുത്തോടുന്നത്. ഞാൻ ഇങ്ങനെ ഓടിയൊക്കെ നോക്കും, ഡാൻസ് ഒക്കെ കളിച്ച് നോക്കും. ഞാൻ അങ്ങനെ പലതും ചെയ്ത് നോക്കും. എന്നിട്ട് ഈ ചെരുപ്പ് എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി മാറ്റും. ഇതാണ് പ്രശ്നം. ചെരുപ്പ് നെയിൽ പോളിഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഭംഗിയൊന്നുമില്ല കാര്യം. എന്നാലും ഇതാണ് ചെരുപ്പ് കാണിക്കല്ലേ ഗായ്സ്. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് അങ്ങനെ അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ. ഇന്നലെ പിന്നെ എനിക്ക് ഒന്നും എടുക്കാൻ ഓർമ്മയുണ്ടായില്ല. ഫുള്ളൊരു ഹറിബറി എന്തോ ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ മറന്നുപോയി, വ്ളോഗിൻ്റെ കാര്യം മറന്നുപോയി. അതുകൊണ്ട് അതിനൊരു സൈൻ ഓഫ് ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പിറ്റേ ദിവസമായിട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് എനിക്ക് ആക്ച്വലി ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ഇന്ന് ഞാൻ ഭയങ്കര ബിസി ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ മോർണിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഇനി വർക്കിന് കാരണം ബാക്കി പരിപാടികളൊക്കെ ഞാൻ മേ ബി മൺഡേ ആയിട്ട് ഞാൻ തിരിച്ച് പോയിരിക്കും കണ്ണൂരേക്ക്. അപ്പോൾ എനിക്ക് എൻ്റെ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. എൻ്റെ കുറച്ച് സെൽഫ് കെയർ പരിപാടികളുണ്ട്. അതൊക്കെ ഈ വർക്കിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോഴും വർക്ക് തീർന്നിട്ടും വേണം എനിക്ക് ഇന്നത്തോടെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാക്കിംഗ് പരിപാടികളൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേഗം തന്നെ ഞാൻ ഒരു വ്ളോഗായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ വരാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്ന് തന്നെ വരാൻ ട്രൈ ചെയ്യാം കേട്ടോ അമ്മേ. സോറി, എക്സ്ക്യൂസ് മീ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് എൻ്റെ ഓരോ ഡേയ്സും കടന്നു പോകുന്നത്. ഞാൻ ജീവിച്ച് തീർക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്തൊരു ഭാഗമാവണം. പിന്നെ നിങ്ങൾ ഓൾവേസ് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് സ്പെഷ്യൽ ആൾക്കാരുണ്ട് എനിക്ക്. നിങ്ങളെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. അത് എനിക്ക് എന്താ പറയുക, അത് റിപ്ലൈ കൊടുക്കാനായിട്ട് അങ്ങ് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഞാൻ എല്ലാ കമൻറ്റും നിങ്ങളുടെ അടുത്ത കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോസിനൊക്കെ കമൻറ്റ്സിനൊക്കെ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ കമൻറ്റ്സൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടാറ്റ, സീ യു. ആൻഡ് എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടിൽ ദെൻ ബൈ ഫ്രം മീ.